ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗർ ടൗണിലാണ്. ശ്രീനഗർ ടൗണിൽ നമ്മൾ ജലം നദിയുടെ മുകളിലാണ് പിടിക്കുന്നത്. ഈ ജലം നദി ശരിക്കും ശ്രീനഗറിനെ ഇങ്ങനെ കീറി മുറിച്ച് ഒഴുകുന്ന ഒരു നദിയാണ്. ശ്രീനഗർ ശരിക്കും അതിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവർ കശ്മീരി ഭാഷയിൽ ശ്രീനഗർ എന്നും പറയേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫുഡ് സ്പോട്ടായ ഒരു ജനതാ ബേക്കറി എന്നൊരു ബേക്കറി ഉണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ സാധനം കിട്ടും. അവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്. നമുക്ക് അവിടെ പോയി അത് എക്സ്പ്ലോർ ചെയ്യാം. ഇന്ന് ഒരു മൂടിയ കാലാവസ്ഥയാണ്. ഫോർകാസ്റ്റിൽ മഴ പെയ്യും എന്നാണ് അറിയുന്നത്. രാവിലെ എങ്ങാണ്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊക്കെ റോഡൊക്കെ നനഞ്ഞ് കിടക്കുന്നുണ്ടോ. അപ്പോൾ ജനതാ ബേക്കറി ഇത് ശരിക്കും ശ്രീനഗർ ഓൾഡ് ടൗൺ ആണിത്. ഓൾഡ് ടൗൺ, ആ ഒരു ഓൾഡ് സിറ്റി ഭാഗമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പുറത്തെ ടെമ്പറേച്ചർ 6 ഡിഗ്രി ആണെങ്കിലും നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴക്കാറാണ്. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനതാ ബേക്കറി താണ്ട് ഈ ഒരു ചെറിയ റോഡിലാണ്. ഈ ഒരു ചെറിയൊരു ഗല്ലിക്കകത്താണ് ഈ ഒരു ബേക്കറി ഉണ്ടോ. ഇവിടുത്തെ ഫേമസ് ഒരു ബേക്കറിയാണ്. രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ജനതാ ബേക്കേഴ്സ് കണ്ടോ. ഞാൻ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഇവിടെ പലതരത്തിലുള്ള ഇവരുടെ സ്വീറ്റ്സും പിന്നെ ഈ ബേക്കറി ഐറ്റംസും ഫ്രൈ ഫിഷ് പിന്നെ ചിക്കൻ ഫ്രൈ തന്നെ ചിക്കൻ ഫുള്ളുണ്ട്. അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഇവരുടെ സ്വീറ്റ്സ് ആണ് ഉണ്ടോ. ഇത്രയും സംഭവങ്ങളുള്ള നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം പോയി കഴിക്കാനി. ഇവിടുത്തെ ഇപ്പോൾ ഫേമസ് ആണ് ഇതുണ്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതാണ്ട് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ചിക്കൻ റോളെന്ന് പറയും. ഇത് ഇവിടുത്തെ ഈ ഒരു ബേക്കറിലെ ഒരു ഫേമസ് സാധനമാണ് ചിക്കൻ റോൾ. പിന്നെ ഇതിൻ്റെ കൂടെ ഇവർ തരുന്നൊരു ചട്നി പോലത്തെ ഒരു ഐറ്റം. ചട്നി അല്ല, എന്തൊരു സാലഡ് പോലത്തെ ഐറ്റമാണ്. പിന്നെ അതും കെച്ചപ്പും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബർഗറും ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ റോള് കഴിച്ചു നോക്കാം. ഇവർ ഈ റോള് പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മയണൈസ് ഒക്കെ ഇട്ടിട്ട് മുറിച്ച് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി തന്നതാണ്. അപ്പോൾ ഇത് ആ സാലഡ് മുക്കി നമുക്കൊന്നൊരു പിടി പിടിച്ച് നോക്കാം. ഗംഭീര സാധനം കേട്ടോ. കിടില സാധനം. നിറച്ച് ചിക്കനാണ്, പച്ചക്കറി ഒന്നുമില്ല, ചിക്കൻ മാത്രം. എന്താ പറയുക, അടിപൊളി സാധനം. ഒരു പ്രത്യേക രുചി കേട്ടോ. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അടിപൊളി ഐറ്റം. ഇവർ അതിൻ്റെ കൂടെ തരുന്ന സലാഡ് പോലത്തെ ഐറ്റം ഉണ്ടല്ലോ, അതാണ് ടേസ്റ്റ് കേട്ടോ. ഈ ഒരു മീറ്റ് റോളിന് ടേസ്റ്റ് തരുന്ന സലാഡാണ്. അതിനകത്ത് ക്യാപ്സിക്കും പിന്നെ വേറെ എന്തൊക്കെയോ സാധനം ഇട്ട് അരച്ചിട്ട് പേസ്റ്റ് പോലെ തന്നേക്കുന്ന ഒരു ഐറ്റമാണ്. കൊള്ളാം കേട്ടോ. വലിയ സാധനം. നമ്മളവിടെ കിട്ടുന്ന പോലത്തെ മീറ്റ് റോളൊന്നുമല്ല. ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. 80 രൂപയാണ് ഈ ഒരു മീറ്റ് റോളിന്. എന്താ പറയുക, നല്ല സോഫ്റ്റ് കേട്ടോ. ചിക്കൻ ആണെങ്കിലും അതിനകത്തുള്ള ചിക്കൻ ആണെങ്കിലും അടിപൊളി. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടാണ് ഈ ബർഗർ. ഈ ബർഗറിന് ഒരു പ്രത്യേകത ഉണ്ടാവും. ഈ ഒരു ബണ്ണാണ് എന്ത് സോഫ്റ്റ് എന്ന് നോക്കിയാൽ, പൂ പോലത്തെ ബണ്ണ്. അതിൻ്റെ താഴെ ഇത് ചീസാണെന്ന് തോന്നുന്നു. ചീസും പിന്നെ ഒരു കട്ട്ലറ്റും വെച്ചിട്ട് ഒരു ബർഗറാണ്. ഇത് ചിക്കൻ ബർഗറാണ്. നമുക്ക് ആ ബർഗറും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ ചില ബേക്കറി ഇപ്പോൾ ഈ ബർഗർ മേടിച്ചാലേ ഇതിനകത്ത് ബണ്ണ് ഭയങ്കര കട്ടിയായിരിക്കും. ചെറിയ മധുരിപ്പുണ്ട്. പിന്നെ അതെനിക്ക് തോന്നും സോസോ എന്തോ ഒരു സോസ് ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോ സോസ് അല്ല, വേറെന്തോ. എരിവ് കുറവാണ്, ചെറിയൊരു മധുരിപ്പുണ്ട്. കൊള്ളാം. 80 രൂപയാണ് ഈ ഒരു ബർഗറിന്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനല്ല പോകുന്ന കേട്ടോ. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ജമിയ മസ്ജിദ് എന്ന് പറഞ്ഞൊരു മോസ്ക് ഉണ്ട്, ഒരു ഫേമസ് ആയിട്ടുള്ള. നമുക്ക് അവിടെ പോകാൻ. ഇവിടുത്തെ കെട്ടിടമൊക്കെ ഉണ്ട്, പഴയ കെട്ടിടങ്ങളാണ്. നല്ല ഭംഗിയിൽ കാണാം. എന്ത് ഭംഗിയാന്ന് നോക്ക്. പ്രത്യേക ഒരു ആർക്കിടെക്ചർ ഇവിടുത്തെ. ഇവിടുന്ന് മോസ്കിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇതാണ്ട് ഇവിടെ ഒരു സംഭവം കാണാം. ഇതൊരു ടോംബാണ്. ടോംബ് ഓഫ് സൈനുൽ അബുദ്ദീൻസ് മദർ എന്നാണ് ഞാനിത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടോ. നല്ല രസമില്ലാണ്, പഴയതാണ്. അപ്പോൾ ഇതാണ്ട് ഈ കാണുന്നൊരു വലിയൊരു മസ്ജിദ്, നല്ല വലുതാട്ടോ. വലിയൊരു മോസ്കാണിത്. ജമിയ മസ്ജിദ് എന്നാണ് ഈ ഒരു മോസ്കിൻ്റെ പേര്. ഈ മോസ്കിനെ ചുറ്റി ഇതേപോലെ ഷോപ്പിംഗ് സംഭവങ്ങളാണ്. ഒരു സ്ട്രീറ്റ് പോലെയാണ് കേട്ടോ. ഇങ്ങനെ നിരത്തി കണ്ടോ, ഇഷ്ടം പോലെ കടകളൊക്കെ, പാത്ര കടകളും അങ്ങനെ എല്ലാം ഉണ്ട്. 1402 അന്നത്തെ കശ്മീരി സുൽത്താനായിരുന്ന സുൽത്താൻ സിക്കന്ദർ ആണ് ഈ ഒരു മോസ്ക് ഇവിടെ പണിയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്മൾ താഴെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കുമ്പോൾ ഒരു പേർഷ്യൻ ആർക്കിടെക്ചർ, പിന്നെ മുകളിലൊരു സംഭവങ്ങൾ, അത് നമ്മുടെ ബുദ്ധിസ്റ്റുകളുടെ പഗോഡ പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ രണ്ടൊരു മിക്സഡ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ ഈ ഉള്ളൊരു സ്ഥലം ശരിക്കും ശ്രീനഗർ പക്ക സിറ്റിയാണ്, അതായത് പക്ക പഴയ ഓൾഡ് സിറ്റിയാണ്. നോഹട്ട എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ കയറി വരുമ്പോൾ 2 സൈഡിൽ ഇതേപോലെ ഒരു വുഡൻ പില്ലേഴ്സ് പോലെ കുറേ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പക്ക കേട്ടോ, കിടിലം ഭംഗിയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. പല ഭംഗിയാട്ടോ ഈ ഒരു മോസ്ക്. സൂപ്പർ കേട്ടോ. നമ്മളൊരു പുറത്തെ രാജ്യത്തെ ഒരു മോസ്കിൽ പോകുന്നവരുണ്ട് കേട്ടോ.
പക്ക അടിപൊളി നല്ല ക്ലാസ് ലുക്ക്. ഇവിടെ നടുക്കായിട്ടൊരു അടിപൊളി ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഓണാക്കിയിട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ മസ്ജിദിലൊക്കെ പോകുമ്പോൾ മുകളത്തെ ആ ഒരു ഭാഗം കണ്ടില്ലേ, അത് ഇവിടുത്തെ ഒരു വെറൈറ്റി ടൈപ്പാണ്. ബുദ്ധന്മാരുടെ പഗോഡ പോലെ സംഭവം പറഞ്ഞില്ലേ, അതേപോലത്തെയാണ് ഇവിടെ. നമ്മളെ സർക്കുലർ ഷേപ്പിൽ കാണുന്ന ആ ഡോം പോലത്തെ സംഭവം എന്നല്ല, ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മസ്ജിദിന് ചുറ്റിനും ഇതേപോലെ ഷോപ്പിംഗ് ഏരിയാസ് ആണ് കൂടുതലും. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അവരെല്ലാം തുറന്ന് വരുന്നേ ഉള്ളൂ. കാരണം നല്ല തണുപ്പല്ലേ ഇപ്പോൾ അതുകൊണ്ട് അവരെല്ലാം തുറന്ന് വരുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണ് ഈ ഒരു ഭാഗം. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടാണ് ഈ ജമാ മസ്ജിദ്. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാം ഷോപ്പിംഗ് സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്കിനി ഒരു ഒരു മധുരം കഴിക്കാൻ പോവാം. നമ്മൾ ഒരു 5 കിലോമീറ്റർ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ശ്രീനഗറിലെ ഒരു ഗുരുദ്വാര ഉണ്ടോ, ഗുരുദ്വാര ചട്ടി പത്ഷാഹി സാഹിബ് റൈനാവാരി ശ്രീനഗർ. കണ്ടോ, നല്ല വലിയ ഗുരുദ്വാരം. അകത്തോട്ട് കുറെ ഉണ്ട്, പക്ഷെ അടച്ചിട്ടേക്കുക. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീരിനടുത്തൊരു മൂൺ ലൈറ്റിന് എന്നൊരു ഷോപ്പുണ്ട്. വാൾനട്ട് ഫജ്ജ് എന്ന സാധനം ഇവിടെ കിട്ടും. ഒരു മധുരമാണ്. നമുക്ക് എന്താന്ന് പോയി കഴിച്ചു നോക്കാം. ഈ കടയിൽ കയറി നമുക്ക് ഒരു പീസ് മതി എന്ന് പറഞ്ഞാൽ ഒരു പീസ് എടുത്തു തരും. ഈ ഒരു പീസിന് 70 രൂപയാണ്. വാൾനട്ട് വെച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ്. കണ്ടാല് ഏകദേശം നമ്മൾ കപ്പലണ്ടി മിഠായിയുടെ പോലൊക്കെ തന്നെ ഇരിക്കും ഏകദേശം. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് കഴിച്ചു നോക്കാം. വാൽനട്ട് വെച്ചുണ്ടാക്കുന്നതാണ്. നമുക്കിത് അടിപൊളി സൂപ്പർ. പിന്നെ അതെന്തോ ഫില്ലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വാൽനട്ടാണ് മുകളിൽ, അതിൻ്റെ അടിയിൽ എന്തോ ഫില്ലിങ്സ് ഉണ്ട്. ഇത് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. വാൽനട്ടിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ഈ കട ഇവിടുത്തെ ഒരു ഫേമസ് കടയാണ്. ഈ ഒരു സംഭവത്തിൻ്റെ അടിയിലത്തെ ബേസ് കണ്ടോ, ഇത് ശരിക്കും വീറ്റാണ് കേട്ടോ, ഗോതമ്പാണ്. നമുക്കത് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഇത് നടുക്കായിട്ട് എന്തോ ഒരു ഫില്ലിങ്ങും ഉണ്ട്. മുകളുടെ വാൽനട്ടും അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്രിസ്പിനെസ് കവറിങ്ങും ഉണ്ട്. ഇവിടെ മുന്നിൽ കാണുന്ന ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ആട്ടോ. നമ്മളിനി അടുത്തായിട്ട് കഴിക്കാൻ പോകുന്നത് ഇവിടുത്തെ വസ്വാൻ എന്നൊരു ഡിഷാണ്. കാശ്മീരിലെ ഒരു ഫേമസ് ഒരു ഒതൻറ്റിക് ഒരു ഡിഷാണ്. ഇവരുടെ ഒരു ഒതൻറ്റിക് ഡിഷാണ് വസ്വാൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ശ്രീനഗറിൽ ഒന്ന് ഓട്ടോ കിട്ടും കേട്ടോ. ശ്രീനഗറിൽ ഓട്ടോ ഒക്കെ ഉണ്ട്. ബനിഹാളിലൊന്നും ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു, ശ്രീനഗറിൽ ഓട്ടോ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഓട്ടോ എടുത്തിട്ട് നേരെ തിരിച്ച് നമ്മൾ വസ്വാൻ കഴിക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഡാൽ ലേക്കിൻ്റെ ഫ്രണ്ടിലാണ്. ഡാൽ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വസ്വാൻ കഴിക്കാൻ വന്നിരിക്കുന്നത്. കാണുന്ന സ്ട്രീം റെസ്റ്റോറൻറ്റിൽ. ഇവിടെ കാശ്മീരിൽ മഴ തുടങ്ങി, നല്ല മഴയാണ്. ചാറ്റൽ മഴയാണ്, ഹെവി മഴയൊന്നുമില്ല, ചാറ്റൽ മഴയാണ്. പക്ഷെ മൂടിരിക്കുകയാണ് ഫുള്ള്. നല്ല തണുപ്പുണ്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബോട്ടെല്ലാം ഇങ്ങനെ കരയ്ക്കടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡാൽ ലേക്ക്. ഇവിടെ അത്യാവശ്യം റേറ്റിംഗ് ഉള്ളൊരു കട ഞാൻ കണ്ടുപിടിച്ചതാണ്, സ്ട്രീം റെസ്റ്റോറൻറ്റ്. ഇവിടെ നല്ല ഒതൻറ്റിക് കശ്മീരി ഫുഡൊക്കെ നമുക്ക് കിട്ടും. നമുക്കപ്പോൾ വാസ്വാൻ പോയി ട്രൈ ചെയ്യാം. കശ്മീരി വസ്വാൻ എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും ഡിഷ് ആണ്, ഒരു മൾട്ടി കോഴ്സ് മീൽ എന്ന് വേണം പറയാം. അതായത് ഒരു വസ്വാനിൽ ഇത്രയും സംഭവമുണ്ട്. റോഗൻ ജോഷ് ഉണ്ട്, ധനിയ കോർമ, ചില്ലി കോർമ, റിസ്ത, ഗുഷ്താബ, വാസ ചിക്കൻ ഡ്രൈ, പിന്നെ ചിക്കൻ രോഗൻ ജോഷ്, അത്രയും സംഭവങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഈ രോഗൻ ജോഷും പിന്നെ മൂന്നാമത്തെ ചില്ലി കോർമയാണ്. ഈ രോഗൻ ജോഷ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് മട്ടൺ പ്രിപ്പയർഡ് ഇൻ എ സ്പൈസി സോസ് വിത്ത് ടൊമാറ്റോസ് ആൻഡ് എ സ്പെഷ്യൽ ബ്ലെൻഡ് ഓഫ് കശ്മീരി സ്പൈസസ്. ഇതെല്ലാം മട്ടൻ്റെ കറികളാണ് ഫുള്ളേ. ഇത് ചിക്കൻ വാങ്ങിക്കരുത് കേട്ടോ, മട്ടൻ വേണം വാങ്ങിക്കാം. മട്ടനാണ് ഇന്ത്യയുടെ ബെസ്റ്റായിട്ട് പോകുന്നത്. ധനിയ കോർമ എന്ന് പറഞ്ഞാൽ മട്ടൻ തന്നെ യോഗേർട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ചില്ലി കോർമ, ഈ ധനിയ കോർമ കുറച്ച് ലെസ് സ്പൈസിയാണ്. ചില്ലി കോർമ അത്യാവശ്യം സ്പൈസിയാണ്. മട്ടൻ പ്രിപ്പയർഡ് ഇൻ കശ്മീരി സ്പൈസി വിത്ത് വെറൈറ്റി ഓഫ് ചില്ലീസ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും പിന്നെ കുറച്ച് ചോറും പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന വസ്വാൻ. ബേസിക്കലി ഇവിടുത്തെ ആൾക്കാർ ഒരു മീലാണ്. ഇവരുടെ ഈ കശ്മീരി വെഡ്ഡിങ്സിന് പോയാൽ ശരിക്കും ഇതിൻ്റെ ഒരു പക്ക ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടും. കശ്മീരികളുടെ ഇടയ്ക്ക് വാൾനട്ട് ഭയങ്കര ഫേമസ് ആണ്. വാൾനട്ട് വെച്ച് ഇവർ കുറേ സംഭവം ഉണ്ടാക്കും. ഇവിടെ വാൾനട്ട് ടാർട്ട്, പിന്നെ വാൾനട്ട് ബ്രൗണി എന്നൊക്കെ പറഞ്ഞ കുറേ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ ശരിക്കും വാസ്വാൻ കഴിക്കാൻ വേണ്ടി ഇവിടെ അല്ല വരേണ്ടിയിരുന്നത്. ഇതിലും നല്ല സ്ഥലം ഉണ്ടായിരുന്നു. നേരത്തെ പോയ മറ്റേ നമ്മൾ ആ മസീദിൻ്റെ അടുത്ത് പോയില്ല, അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയാൽ ഉച്ചയാകുമ്പോൾ ഒരു ചെറിയൊരു സീനുണ്ട്. അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് ഇവിടെ വന്നതാണ്. അതെന്താ പ്രശ്നം എന്ന് ഞാൻ പറയാം. ഇത് ഞാൻ റൂബിച്ചെന്ന് പറയാം. നമ്മുടെ ഉച്ചക്കത്തെ മീലെത്തി. ഇത് കണ്ടോ, ഇതാണ് മട്ടൻ രോഗൻ ജോഷ് എന്ന് പറഞ്ഞ സാധനം. ഇത് നല്ല എരിവുള്ള ഐറ്റം കേട്ടോ. ഇത് മട്ടനാണ് ഐറ്റം. മട്ടൻ രോഗൻ ജോഷും പിന്നെ മറ്റേ ഞാൻ പറഞ്ഞ കറിയില്ലേ ചില്ലി കുർമ, അതാണ് ഈ സാധനം. ഈ രോഗൻ ജോഷ് മട്ടനും വാങ്ങിക്കാതെ കേട്ടോ. മട്ടനാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ശരിക്കും കറക്റ്റാണ്. ഇല്ലെങ്കിൽ മട്ടൻ ആയിരിക്കും, അല്ലെങ്കിൽ ലാഭമായിരിക്കും. അപ്പം ഏതൊരെണ്ണമായിരിക്കും. അപ്പം മട്ടൻ ഇഷ്ടമുള്ളവർക്ക് ഈ രോഗൻ ജോഷ് ട്രൈ ചെയ്യാം. നല്ല എരിവുള്ളൊരു ഡിഷാണ്. നമ്മൾ ആ രോഗൻ ജോഷിൻ്റെ മട്ടൻ്റെ പീസ് ഒരു ശകലം എടുത്തിട്ട് നല്ല ചൂടാണ് നമ്മൾ ചോറും കൂട്ടി കഴിക്കുകയാണ്. കഴിച്ചോടെ നല്ല എരിവ് കേട്ടോ. കുറേ
പ്രത്യേക ഒരു കശ്മീരി സ്പൈസസ് ഒക്കെ ഉണ്ടായത്. ഇത് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാറിന് മട്ടൻ കറി കഴിക്കുന്നതൊന്നുമല്ല, മട്ടൻ സൂപ്പർ കേട്ടോ. പാകത്തിന് എന്താ അടിപൊളി മട്ടൻ. ഇതിൻ്റെ കൂടെ ഇവർ കുറച്ച് ഒണിയനും പിന്നെ ഒരു റൈത്ത പോലത്തെ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. മട്ടൻ്റെ ഈ എള്ളിനകത്തുള്ള ഈ സാധനം ഇങ്ങനെ ചപ്പി കഴിക്കണം, നല്ല ടേസ്റ്റ് അറിയോ. നല്ല ഗുണം അതിനകത്തുള്ള സാധനത്തിന്. ഇങ്ങനെ ഇറച്ചി കഴിക്കുമ്പോൾ ഏത് ഇറച്ചിയാണ് നല്ലപോലെ ഇതേപോലെ പാകത്തിന് വെന്താണ് ടേസ്റ്റ് കേട്ടോ. ഒത്തിരി വെന്ത ടേസ്റ്റ് കാണത്തില്ല. ഇതിങ്ങനെ കണ്ടോ പൂ പോലെ ഇരിക്കുന്ന മട്ടൻ കണ്ടോ. നമുക്ക് മറ്റേ കറിയും കൂടെ നോക്കാം. ഇത് മട്ടനാണ് കേട്ടോ. അപ്പം ഇതൊരു കുറച്ചുകൂടെ ക്രീമി ആയിട്ടുള്ള കറിയാന്ന് തോന്നേ. അപ്പം ഇതിനകത്തെ മട്ടനും ചോറും കറിയും വെച്ചൊന്ന് കഴിച്ചു നോക്കാം. ഭയങ്കര പുളിയാണ്, പുളി കൊണ്ട് എരിവുണ്ട്. പുളിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഭയങ്കര പുളി വെച്ചാൽ ഭയങ്കര പുളി മാത്രമേ ഉള്ളൂ. പുളിയും എരിവും ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. അടിപൊളി സാധനം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ വരുവാണെങ്കിൽ. ഈ കറി രോഗൻ ജോഷ്. കാശ്മീരി ക്യുസീൻ ഓൾമോസ്റ്റ് എല്ലാം നോൺ വെജ് ആണ്. കൂടുതലും മട്ടനാണ് യൂസ് ചെയ്യുന്നത്, ചിക്കൻ കുറവാണ്. മട്ടൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് ഇവരുടെ കിട്ടും. എസ്പെഷ്യലി ഈ രോഗൻ ജോഷ് അതൊക്കെ ഇവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒതന്റിക് ഐറ്റം ആണ്. നിങ്ങൾ കാശ്മീരിൽ വരികയാണെങ്കിൽ രോഗൻ ജോഷ് മസ്റ്റ് ട്രൈ ആണ്. രോഗൻ ജോഷും ചോറും കൂടെ കഴിക്കും, രോഗൻ ജോഷും റൊട്ടിയും കൂടെ കഴിക്കും. പല രീതിയിൽ കോമ്പിനേഷൻ ഉണ്ട്. നമ്മൾ കഴിച്ചിറങ്ങി ആ കറിക്ക് ഒരു കറിക്ക് 368 രൂപയാണ്, രണ്ടിന് 368 രൂപയാണ്. കുറച്ച് കത്തിയാണ്, പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഹാഫ് പോർഷനാണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, വയറ് നിറഞ്ഞ് നല്ല ഫുഡുമാണ്. ശ്രീനഗർ വരുന്നവർ അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റിൽ കയറി രോഗൻ ജോഷ് കഴിക്കാം. രോഗൻ ജോഷ് പിന്നെ എന്തെങ്കിലും ചോറും ഐറ്റവും കിടലൻ ഐറ്റമാണ് രോഗൻ ജോഷ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നല്ല തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇങ്ങനെ മൂടി നിൽക്കുക, മഴക്കാറ് കാരണം ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. ഇവിടെ കണ്ടു ഇങ്ങനെ ബോട്ട് ഇങ്ങനെ നിരത്തി ഇങ്ങനെ കൂട്ടത്തോടെ ഇട്ടേക്കുന്ന നല്ല രസമില്ലേ, അടിപൊളിയല്ലേ. ഇവിടെ ബോട്ടും കാണുന്നതൊക്കെ ഹൗസ് ബോട്ട് പോലത്തെയാണ്. ഇതിങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുകയാണ്. ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. രാത്രിയാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര എക്സ്ട്രീം വിൻ്ററിലൊക്കെ ഈ ഡാൽ ലേക്കിലെ വാട്ടറൊക്കെ ഫ്രോസൺ ആവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ഘാട്ടുണ്ട്. അപ്പോൾ ഓരോ ഘാട്ടിൽ ഇങ്ങനെ ഓരോ ബോട്ടുകാരിങ്ങനെ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നിൽക്കും. ഇതിങ്ങനെ സ്ട്രീറ്റ് പോലെ ഇങ്ങനെ നീണ്ട് കിടന്ന് കിടക്കുകയാണ്. റൈറ്റ് സൈഡിൽ ഫുള്ള് ഹോട്ടൽസാണ്. ഹോട്ടൽസും പിന്നെ ഇവിടെ അതായത് ശ്രീനഗറിൽ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഈ ഭാഗത്ത് കാണും. ഫുള്ള് ടൂറിസ്റ്റുകളുടെ ഏരിയ ആണ്. അപ്പോൾ ഇവരുടെ ഈ ഡാൽ ലേക്കിൽ ഉള്ള ആൾക്കാരുടെ മെയിൻ വരുമാനം ഈ ബോട്ടിങ്ങും പിന്നെ ഈ ടൂറിസ്റ്റുകൾ വരുന്നതൊക്കെയാണ്. ഇവിടെ ശ്രീനഗറിൽ നേരത്തെ സൊമാറ്റോ, സ്വിഗ്ഗി പിന്നെ ഉബർ പോലത്തെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഉബർ വിളിച്ചാൽ നിരത്തൊന്നും ഇല്ല. ഉബർ ഉണ്ട്, എയർപോർട്ട് ഭാഗത്തുണ്ട്. ഉബർ തുടങ്ങിയത് 2024 ഫെബ്രുവരിയിലാണ്. സൊമാറ്റോയും സ്വിഗ്ഗിയും ഉണ്ട് കേട്ടോ. പക്ഷെ രണ്ടും എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇതൊക്കെ ഈയിടെ തുടങ്ങിയാണ്, നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇവിടെ പല ടൈപ്പ് ഷിക്കാര ഉണ്ട് കേട്ടോ. ഡീലക്സ് ഷിക്കാര, നോർമൽ ഷിക്കാര എന്നൊക്കെ പറയും. ഡീലക്സിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിടക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഷിക്കാരസ് ഉണ്ട്. ഇങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുകയാണ്. ഇപ്പം ഈ തണുപ്പൊക്കെ എൻ്റെ ആരും പോകുന്നില്ലെന്ന് തോന്നുന്നു. നല്ല ഭംഗിയാണ്, ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഇതിൻ്റെ ബാക്കിൽ മലയുണ്ട് കേട്ടോ. മലയൊന്നും വിസിബിൾ ഒന്നുമല്ല, ഫുള്ള് ഇപ്പം ഭയങ്കര ക്ലൗഡി ആയിട്ട് നിൽക്കുന്ന കാരണേ മല വിസിബിൾ അല്ലാത്തതുകൊണ്ട്. മല വിസിബിൾ ആണെങ്കിൽ മഞ്ഞുമലയുടെ ബാക്കിൽ ഇങ്ങനെ ഡാൽ ലേക്കൊക്കെ ബോട്ടിംഗ് ഒക്കെ നടത്താം. ഇവിടെ ഈ ശിക്കാരെടുത്ത് പോകുമ്പോഴേ കൂടുതൽ ആൾക്കാർ വരുന്നത് എനിക്ക് തോന്നുന്നത് മഞ്ഞില്ലാത്തപ്പോഴാണെന്നാണ് തോന്നുന്നത്. മഞ്ഞില്ലാത്തപ്പോഴാണ് കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത് ഇവിടെ ബോട്ടിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ ശിക്കാരയിൽ ഇവർ നമ്മളെ കൊണ്ടുപോകും. ഞാൻ അവരോട് പോയിട്ടുണ്ട്. എൻ്റെ പോകുന്ന വഴിക്ക് തന്നെ ശിക്കാരയിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. പല പല ഈ മാഗി അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്ന ടൈപ്പ് ശിക്കാര ഉണ്ട്, വലിയ ശിക്കാര. അപ്പോൾ അതിനകത്ത് തന്നെ അവർ നമ്മൾ കൊണ്ട് നിർത്തി ഉണ്ടാക്കി തരും. പിന്നെ ഓരോ കച്ചവടങ്ങളുടെ കമ്മലും സംഭവങ്ങളൊക്കെ ഉള്ള ശിക്കാരസ് ഉണ്ടാവും. അങ്ങനെ പല സംഭവങ്ങളുണ്ട്, അടിപൊളിയാണ്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ കശ്മീരി കവ കുടിക്കാൻ പോവാണ്. ഇവിടെ ചായ് എന്നൊരു കടയാണ്, ചായ് ടീ റൂം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ കശ്മീരി കാവ കുടിക്കാം. കശ്മീരി കാവ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു ഇവിടുത്തെ കശ്മീരി ചായക്കടയാണ്. നമുക്കകത്ത് കയറാം. ഇത് കണ്ടോ, കൊള്ളാം അല്ലേ, നല്ല അടിപൊളി ആംബിയൻസ്. നമുക്ക് ഇവിടെ ഓരോ സംഭവങ്ങൾ വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ കവ തന്നെ പല വെറൈറ്റി ഉണ്ടോ. സാഫ്രൺ ഉണ്ട്, ഡോട്ട്, ഗ്രീൻ ടീ, ഷാങ്കുരു എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ സാഫ്രൺ കവ പോട്ടല്ല കേട്ടോ, ഒരു കപ്പേ പറഞ്ഞുള്ളൂ, പോട്ടൊന്നും താങ്ങൂല. ഇവിടെ ചായയുടെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇവരുടെ കശ്മീരി ചായ ശരിക്കും പറഞ്ഞാൽ മധുരം ഒന്നുമില്ല, ഉപ്പാണ്. കശ്മീരി ചായ ഉണ്ട്, പിന്നെ പലതരം എന്താ പറയുക ടീ ഉണ്ട് കണ്ടോ, എന്തൊക്കെ ടൈപ്പ് എന്നൊക്കെ ചായ വെച്ചിട്ട്. ഇത് ഇത്രയും ഓരോ ടൈപ്പ് ടീ ആണ്. പിന്നെ അടുത്തത് വേറെ കണ്ടോ, റോസ് ടീ, ആപ്പിൾ ടീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അടുത്തത് വേറെ എന്തൊക്കെയല്ലേ. നമ്മളങ്ങനെ കാശ്മീരിൽ കണ്ടിട്ട് കശ്മീരി കവ കുടിക്കാൻ പോവാണ്. ഇതിലുള്ള സംഭവം എന്ന് പറയാം, അതായത് നമ്മൾ ചായ ഉണ്ടാക്കത്തില്ലേ,
ചായക്കകത്ത് നമ്മൾ വേണ്ടി ഇത് ഫുൾ ഏലക്ക നോക്ക്. ഏലക്ക തന്നെ കുറേ ഏലക്ക ഇതിനകത്തുണ്ട്. പിന്നെ സാഫ്രൻ ഉണ്ടല്ലോ, കുങ്കുമപ്പൂവ്, ഇതെല്ലാം കൂടിയിട്ട് ചായ ഉണ്ടാക്കും. എന്നിട്ട് മധുരത്തിന് വേണ്ടി ഇവിടെ ഒരു സംഭവമുണ്ട്. എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല, ഭയങ്കര മധുരം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട് മിക്സ് ചെയ്ത് മധുരം വേണ്ടത്ര നോക്കി കുടിച്ചാൽ മതി. ഇതാണ് ഒറിജിനൽ കശ്മീരി കവ. ഇതിനകത്ത് എല്ലാത്തരം സ്പൈസസും ഉണ്ട് കേട്ടോ. ഏലക്കയുണ്ട്, പിന്നെ കറുവാപ്പട്ടയുണ്ട്, വലിയൊരു കറുവാപ്പട്ടയുടെ കഷ്ണം കിടക്കുന്നുണ്ടോ, കറുവാപ്പട്ടയുണ്ട്, അങ്ങനെ എല്ലാ സംഭവമുണ്ട്. നല്ല മണമാണ് കേട്ടോ, ഭയങ്കര മണമാണ്. ഇതിനകത്ത് ഏലക്കയും കറുവാപ്പട്ടയും മാത്രമല്ല, ബദാം ഇങ്ങനെ അരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്പൈസസിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. മധുരം ഇടാതെ കൊടുക്കുമ്പോൾ വേറെ രുചിയും മധുരമായിട്ട് കുടിക്കുമ്പോൾ വേറെ രുചിയാണ്. അടിപൊളി. നമ്മൾ ഈ കവ കുടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ കശ്മീരി ആ ഒരു സാഫ്രൻ ഇതുകൊണ്ട് കാണുന്നുണ്ടോ, ആ പൂ അതേപോലെ ഇട്ടേക്കണം. അതിൻ്റെ ഇതള് കണ്ടോ. കവയ്ക്ക് ഒരു കപ്പ് 140 രൂപയാണ് ഒരു കപ്പിന് കേട്ടോ. ഞാൻ നമ്മൾ വന്നതിൻ്റെ എല്ലാ ലൊക്കേഷനും ഇവിടെ കൊടുക്കുക. നമ്മൾ ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ ശരിക്കും ബാക്ക് സൈഡ് വേണം കയറിയത്. ഫ്രണ്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു വോക്കിംഗ് സ്ട്രീറ്റ് വേണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വോക്കിംഗ് സ്ട്രീറ്റിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് കാണുന്നത് ശ്രീനഗറിനെ കീറി മുറിച്ച് പോകുന്ന ജലം നദിയാണ് കേട്ടോ. ജലം നദിയിൽ ഇങ്ങനെ പല പല ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ജലം നദി. നാളെ രാവിലെ കണ്ടാണ്. അപ്പോൾ ജലം നദിയുടെ ഇവിടെ ഒരു വോക്കിംഗ് സ്ട്രീറ്റിൻ്റെ മുമ്പിലായിട്ടാണ് നമ്മുടെ ചായ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഏരിയ ഒക്കെ. പക്ക ഇവിടെ അങ്ങനെ നല്ല ആൾക്കാരൊന്നുമില്ല, നല്ല കാമൻ കയറ്റുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ തിരിച്ച് ബാക്ക് ടു റൂം. ഞാൻ നേരത്തെ റൂമിൽ പോയിട്ടൊരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ മറ്റേ വാസ്വാൻ കഴിക്കാൻ പോയത് നമ്മൾ ആ ജമാ മസ്ജിദിൻ്റെ ആ ഭാഗം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഭാഗത്ത് അവിടെ നിന്നൊരു 800 മീറ്റർ ഉണ്ടായിരുന്നുള്ളേ. അപ്പം ഞാൻ അവിടെ അങ്ങോട്ട് പോകാൻ നേരത്ത് ചെറിയൊരു ഗല്ലി പോലാണ്. ആ ഗല്ലിയുടെ അവിടെ സൈഡിലൊക്കെ ആയിട്ട് ഭിത്തിയിലൊക്കെ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ വി വാൻ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴേ മനസ്സിലായി ഇത് അത്ര സേഫ് അല്ലാന്ന്. ഞാൻ എന്നിട്ട് നേരെ പോയി. അപ്പം ഫുള്ള് ഇതേപോലെ CRPF പട്ടാളക്കാരാണ് അവിടെ എല്ലാം. അപ്പം ചോദിച്ചു എവിടെ പോവാ, ചുമ്മാ ചോദിച്ചു എവിടെ പോവാ, എവിടെ നിന്ന് വരും എന്നൊക്കെ ചോദിച്ചു. അവർ ആരാന്നറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ നേരെ അവിടെ റെസ്റ്റോറൻറ്റോടെ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു 1.5 മണിക്കൂർ താമസമുണ്ട്, ഫുഡ് ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ ഈ ഒരു സ്ഥലത്തെ പറ്റി നോഹട്ടൺ അങ്ങനെ ഒരു സ്ഥലത്തിന് പേര് ഗൂഗിളിൽ നോക്കി. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇതത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല. പിന്നെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ഫ്രൈഡേയിൽ ഉച്ചയ്ക്ക് അവിടുത്തെ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും, അവിടുത്തെ മസ്ജിദിലൊക്കെ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും അവിടെ എപ്പോഴും സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. കല്ലെറിയൽ, പിന്നെ വെടിവെപ്പ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അവിടുത്തെ ആൾക്കാർ ഇന്ത്യൻ ഭരണത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതൊക്കെ കണ്ടു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇന്ന് ഫ്രൈഡേയാണ്. അത് അത്ര സേഫ് അല്ലാതെ എഴുതി. അപ്പം അവിടെ ഫുഡ് കിട്ടാനും താമസമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നൈസായിട്ട് ഇറങ്ങി. ഗൂഗിളിൽ നോക്കിയപ്പോൾ വേറെ നല്ല ഹോട്ടൽ കണ്ടു. അവിടെ പോയാണ് ഭക്ഷണം കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്ത് ഞാൻ പോയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഷൂട്ട് ചെയ്യാൻ എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു, കാരണം ഫുള്ള് പട്ടാളക്കാരായിരുന്നു. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ സോളോ ആയിട്ട് പോകരുത്, അതൊരു അനുഭവമാണ്. ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു പോയി. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്ന് റൂമിൽ വന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാൻ ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് നേരെ ശ്രീനഗർ, നേരെ ഡൽഹിക്ക്, അവിടെ നിന്ന് നേരെ കൊച്ചി. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ രാവിലെ 8:50 ഫ്ലൈറ്റ്. ഇവിടെ നടന്നു 1 ദൂരമേ ഉള്ളൂ. അപ്പോൾ കശ്മീർ ട്രിപ്പ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. മഞ്ഞ് പ്രതീക്ഷിച്ച് വന്നതാണ്, പക്ഷെ മഞ്ഞ് നമുക്ക് കിട്ടിയില്ല. ഇത്തവണ വിന്ററിലൊക്കെ ഭയങ്കര ശോകമാണ്, മഞ്ഞൊന്നും ഇല്ല. മഞ്ഞ് പെയ്തായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ല. അപ്പൊ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.